ഏപ്രിൽ 4 എപ്പിക്സ് തിയേറ്റർ ധാരാളം ബഹ്റൈൻ പ്രദർശിപ്പിച്ച സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് നല്ലൊരു വിജയത്തിലാണ് അത് കലാശിച്ചത്. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇനി പലരും ചോദിച്ചു ഇനി എപ്പോഴാണ് ഇനി നെക്സ്റ്റ് ഷോ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല റിവ്യൂസ് കിട്ടിയിരുന്നു. പക്ഷേ ഇതിന് മുമ്പ് തന്നെ നമ്മൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ ഒരു തിയേറ്റർ പ്രദർശനം എങ്ങനെയാണ് ചിന്തിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഇതിന് BGM നമ്മൾ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് ട്രിവാൻഡ്രത്തെ ഫിലിം ഇൻഡസ്ട്രിയുമായി സഹകരിച്ചിരിക്കുന്ന BGM ചെയ്ത ശ്രീ രാജീവ് ശിവ ആണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പ്രദർശിപ്പിച്ചുള്ള തിയേറ്ററിൽ. അങ്ങനെയാണ് ഈ ചിന്തയിലേക്ക് വന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു ഫീഡ്ബാക്ക് കൂടെ കിട്ടിയപ്പോൾ ഇതിൽ അവിടെ അറിയിച്ചപ്പോൾ കേരള ഫിലിം ഡെവലപ്മെന്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അണ്ടറിൽ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് പ്രദർശിപ്പിക്കാനായിട്ട് ഏപ്രിൽ 26 ഉള്ള നമ്മൾ എല്ലാ സാഹചര്യങ്ങളും അവിടെ സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് നീളാ തീരുന്നതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു. എടപ്പള്ളി ഭാസ്കരൻ സാറിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് പ്രൊഡ്യൂസറായ എടപ്പള്ളി ഭാസ്കരൻ സാർ. ഒപ്പം ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിരുന്നത് കോൺവെക്സ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ അജിത് നായർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. പിന്നെ ഈ ഒരു ഫിലിം കംപ്ലീറ്റ് ആയത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. ജേക്കബ് ക്രിയേറ്റീവ് ആണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ വിനോദാറ്റിന്റെ സ്റ്റാൻലി തോമസ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ഇവിടെ മാധ്യമത്തിൽ വന്നതാണ്. അതായത് നല്ലൊരു സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇതിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ട്രിവാൻഡ്രം മേഖലയിലേക്ക് ഏപ്രിൽ 26. താങ്ക് യു.